ഇതിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കളർകോട് മുതൽ സൗത്ത് പോലീസ് സ്റ്റേഷൻ വരെ 26 കളർ നൈറ്റ് വിഷൻ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവയിൽ 2 ANPR ക്യാമറകളാണ്. സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്ററിലൂടെ 24 മണിക്കൂറും ദൃശ്യങ്ങൾ നിരീക്ഷിക്കാം. സൗത്ത് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജ് അധ്യക്ഷത വഹിച്ചു. ട്രൂ ഐ കമ്മിറ്റി ചെയർമാൻ ഐവാൻ രത്തിനം പ്രോജക്ട് അവതരിപ്പിച്ചു. സിനിമാ സംവിധായകൻ ഫാസിൽ മുഖ്യ അതിഥിയായിരുന്നു. സൗത്ത് CI S അരുൺ, M സുലൈമാൻ, ബേർലി ജോസഫ്, VD രജിരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെയ്യുമ്പോഴത്തേക്ക് നല്ല റെസ്പോൺസ് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു തീർച്ചയായും ഇവരുടെ നാട്ടുകാരുടെ സഹകരണം കൊണ്ടൊന്നും മാത്രമാണ്, വേറെ ആൾക്കാരുടെ ഒന്നുമല്ല. കാരണം കഴിഞ്ഞ വർഷം ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് കിട്ടിയപ്പോൾ നമ്മളിവിടെ ആലപ്പുഴയിൽ തന്നെ പല ഏരിയാസിൽ കുറച്ച് ANPR ക്യാമറാസും കുറച്ച് ക്യാമറാസും വെച്ചു. അറിയാം, ഗവൺമെൻറ്റിൻ്റെ ലിമിറ്റഡ് ഫണ്ട് വെച്ചിട്ട് നമുക്കൊരു ജില്ലയിൽ എത്ര അമ്പലത്തിൽ മോഷണം പോയി, പക്ഷേ ഒരു 8-10 മണിക്കൂറിൽ നമുക്ക് മോഷ്ടാവിനെ എത്തിക്കാനും മോഷ്ടാവിനോട് എത്താനും വഴി അത് കിട്ടിയ പോയ മോഷണ പണ്ടങ്ങൾ മുഴുവൻ ആ സമയത്ത് നിന്ന് എടുക്കാനും സാധിച്ചു. ഇതെല്ലാം നമുക്കാർക്കും ഒരു ദിവ്യം വടിയോ അല്ലെങ്കിൽ മാന്ത്രിക വടിയോ ഒന്നുമില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് പോലീസിൻ്റെ അന്വേഷണവും അതിന് ഏറ്റവും സഹായകരമായത് CCTV തന്നെയാണ്. അത് അമ്പലത്തിൽ വെച്ച CCTVയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഗവൺമെൻറ് ഫണ്ടിലൂടെ വെച്ച ANPR ക്യാമറാസിലും അരൂരിലും അതുപോലെ തന്നെ ചേർത്തലയിലൊക്കെ വെച്ച ക്യാമറാസിലൂടെയാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ അവസാനമായി നമുക്ക് നാട്ടുകാർക്ക് ഗുണപ്രദമായിട്ടും സമൂഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിൽ മുന്നിട്ട് വന്ന ഓരോരുത്തരും ഇതിനകത്ത് തീർച്ചയായും അവരുടെ പ്രവർത്തനവും അവരുടെ സഹായ സഹകരണവും നിസ്തുല്യമാണ്. അവർക്ക് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതായത് ഇൻ്റർനെറ്റ് മനുഷ്യരാശിക്ക് ചെയ്യുന്ന വൻ നാശങ്ങൾ, 100ഓളം വൻ നാശങ്ങളാണ് ആ ബുക്കിൻ്റെ കണ്ടൻസ്. അതിൽ പ്രധാനമായും നിൽക്കുന്ന ഒരു നാശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരസത ഇല്ലാതാക്കുന്നു. അത് വളർന്നു വരുന്ന തലമുറയിൽ വിരസത ഇല്ലാതാക്കുന്നു. അവർക്ക് വിരസതയില്ല, അവർക്ക് എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കാനാണ് സമയം. അപ്പോൾ വിരസത ഇല്ലാതാകുക എന്ന് പറയുന്നത് ഭയങ്കര ഡാമേജിങ് ആണ്. കാരണം വിരസതയുണ്ടെങ്കിലേ ക്രിയേറ്റിവിറ്റി ഉണരുകയുള്ളൂ, വല്ലവെല്ലാം ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓർത്തപ്പം, ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ ഞാൻ ഓർത്തപ്പം ഇത് വളരെ സത്യമാണ്. കാരണം ഈ 40-42 വർഷമായിട്ട് മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ നിൽക്കുക, അത് അവരുടെ കഴിവാണ്, ഒരു സത്യവുമാണ്. പക്ഷേ അവരോടൊപ്പം അവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ ഒരു വലിയ തലമുറ കൂടെ ഉണ്ടായിരുന്നു. പാപ്പനംകോട് ലക്ഷ്മണൻ തുടങ്ങി MT വാസുദേവൻ നായർ, പത്മരാജൻ, തെലൂർ ഡെന്നീസ് ജോസഫ്, ജോൺ പോള്, രഞ്ജി പണിക്കർ, ഫാസിൽ, പ്രിയദർശൻ, സിദ്ദീഖ് ലാൽ, അങ്ങനെ അവസാനം ലോഹിതദാസ് വരെ ഒരുപാട് എഴുത്തുകാരുടെ പറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുത്തുകാരില്ല. സിനിമയിൽ പേരെടുത്ത് പറയാനുള്ള ആരും വരുന്നില്ല. കാരണം ഇതാണ്, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവിടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസർ ശ്രീ ജയരാജ് സാർ, അദ്ദേഹം തൻ്റെ സബ് ഡിവിഷനിലെ CCTV നിലവിലില്ലാത്ത 2 പോലീസ് സ്റ്റേഷനുകൾ, നോർത്തും സൗത്തും, 2 സ്റ്റേഷനുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൊതുജന സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിലേക്ക് ഒരു സർവേ നടത്തുകയുണ്ടായി. അവൻ അവിടെ ഇല്ലെങ്കിൽ, റോഡിലൂടെ നമുക്ക് സമാധാനപരമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, കുട്ടികൾക്ക് സമാധാനമായി സ്കൂളിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ, ടൂറിസ്റ്റുകൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ആ സ്ഥലത്ത് എന്ത് വികസനമാണ് ഉണ്ടാവുക? ലോകത്ത് എവിടെ സമാധാനം ഉണ്ടെങ്കിലും അവിടെ